So I arrived in Miami, in Trump's America, and the first thing that happened is that as soon as I get off the plane and arrive at the airport, I'm greeted by two FBI agents. Now, I have an O1 visa, which gives me the right to work and live in America. It's a visa for people of special talent. അമേരിക്കയിലെ വിമാനത്താവളത്തിൽ വെച്ച് തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ഭയപ്പെടുത്തുന്ന അനുഭവം ഒരു മലേഷ്യൻ സിഇഒ തുറന്നു പറയുകയാണ്. ഇന്ത്യൻ വംശനായ വി ഷെൻ ലക്ഷിയാനെയാണ് ഈ അനുഭവം പങ്കുവച്ചത്. അദ്ദേഹം ഒരു O1 വിസ ഹോൾഡറാണ്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ അനുസരിച്ച് അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിൽ നിന്നാണ് ബിരുദം നേടിയത്. ഈ ഇന്ത്യൻ വംശനായ സംരംഭകൻ മൈൻഡ് വെല്ലി എന്ന വ്യക്തിത്വ വികസന പ്ലാറ്റ്ഫോമിൻ്റെ സ്ഥാപകനും സിഇഒയുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കർശനമായ കുടിയേറ്റ നയങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പങ്കുവച്ച ഈ അനുഭവം അത്ര അത്ഭുതകരമായി തോന്നുന്നില്ല. ഒരു ദിവസം മുൻപാണ് ലക്ഷ്യാന എഴുത്തുകാരൻ കൂടിയായ അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ താൻ ട്രംപിൻ്റെ അമേരിക്കയിൽ എത്തിയപ്പോൾ FBI തന്നെ തടഞ്ഞു വെച്ച സംഭവം വിവരിച്ചത്. മിയാമി വിമാനത്താവളത്തിലാണ് ഈ സംഭവം നടന്നത്. ട്രംപിനെതിരെ ശക്തമായ നിലപാടുള്ള വ്യക്തിയാണ് ലക്ഷ്യാന. ഞാൻ അമേരിക്കയിൽ എത്തിയപ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് FBI എന്നെ തടഞ്ഞു. എനിക്ക് O1 വിസ ഉണ്ടായിരുന്നു. ഇത് അസാധാരണമായ കഴിവുകളുള്ള ആളുകൾക്കുള്ള വിസയാണ് എന്നാണ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. തൻ്റെ ജോലിയെക്കുറിച്ച് അറിയാത്തവർക്കായി അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. ഞാനൊരു അമേരിക്കൻ കമ്പനിയുടെ CEO ആണ്. ലോകമെമ്പാടും 230 ജീവനക്കാരുണ്ട്. കഴിഞ്ഞ 22 വർഷമായി താൻ അമേരിക്കയിൽ നികുതി അടക്കുന്നു. ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ലക്ഷ്യാന തൻ്റെ വിഷമം പങ്കുവച്ചിട്ടുണ്ട്. വിമാനത്തിൽ നിന്നിറങ്ങിയ ഉടൻ തന്നെ FBI ഏജന്റുമാർ തന്നെ സ്വീകരിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഈ കാലത്ത് സാധുവായ വിസയുള്ളവർ പോലും അമേരിക്കയിൽ പരിശോധനകൾ നേരിടുന്നത് സാധാരണമാണെങ്കിലും ലക്ഷ്യാനയ്ക്ക് ഇത് വളരെ അമ്പരപ്പുളവാക്കി. അദ്ദേഹം അമേരിക്കയിലെ ഭയം വിതക്കൽ, വിദ്വേഷ പ്രചാരണം എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളോടുള്ള ഈ സമീപനം അദ്ദേഹം വിമർശിച്ചു. O1 വിസ ഹോൾഡറായ തനിക്ക് നേരിടേണ്ടി വന്ന ഈ അനുഭവം അമേരിക്കയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെയും വിദേശ വിദ്യാർത്ഥികളുടെയും എണ്ണം കുറയ്ക്കാൻ കാരണമായെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിനായി താൻ കാത്തിരിക്കുകയാണെന്നും ഭാവി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത ആളുകൾ ജനങ്ങളുടെ രൂപത്തെ അടിസ്ഥാനമാക്കി അവരെ വേട്ടയാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് നേടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഭയം വിതക്കുക എന്നതാണ്. കഴിവില്ലാത്തവർ അങ്ങനെയാണ് ചെയ്യുന്നത്. ട്രംപ് ഭരണകൂടത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. FBI ചോദ്യം ചെയ്തതിനെ ഒരു ഭയപ്പെടുത്തുന്ന അനുഭവം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. തൻ്റെ ലോകസഞ്ചാരങ്ങളെക്കുറിച്ച് അവർക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തി. ദുബായ്, ഇസ്താംബുൾ, ബ്രസീൽ എന്നിവിടങ്ങളിൽ താൻ പോയിട്ടുണ്ടെന്ന് ലക്ഷ്യാന പറഞ്ഞു. തുർക്കിയിലും ബ്രസീലിലും നടന്ന സംഗീതോത്സവങ്ങളിൽ താൻ പങ്കെടുത്തു. എനിക്ക് സംഗീതം ഇഷ്ടമാണ്. ദുബായ് ഇപ്പോൾ ലോകത്തിലെ മൂലധനത്തിൻ്റെ കേന്ദ്രമാണ്. തൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം FBI ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി തൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ലിസ്റ്റ് ചെയ്യാൻ FBI ആവശ്യപ്പെട്ടു. അതിലൂടെ തൻ്റെ വാട്സപ്പ് നമ്പറും അധികൃതർക്ക് നൽകേണ്ടി വന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ അമേരിക്കക്കാരാണെങ്കിൽ അമേരിക്കൻ മൂല്യങ്ങളായ സ്വാതന്ത്ര്യം, ജനാധിപത്യം, കുടിയേറ്റത്തെ പിന്തുണയ്ക്കുക, സംരംഭകത്വം, വൈവിധ്യം എന്നിവയുമായി യോജിക്കുന്ന സ്ഥാനാർത്ഥികളെ തിരിച്ചറിയാൻ നിങ്ങൾ പഠിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരിയായി വോട്ട് ചെയ്യാനും രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശയങ്ങളും ഭയം വിതയ്ക്കുന്ന ആശയങ്ങളും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം FBI ഏജന്റുമാർ നല്ലവരും നല്ല ദയയുള്ളവരും ആയിരുന്നുവെന്നും അവരുടെ ജോലി ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും ലക്ഷ്യാന സമ്മതിച്ചു. അമേരിക്ക സന്ദർശിക്കാൻ താനിപ്പോൾ ഭയക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. മാഗയിൽ നിന്ന് ആളുകളെ അകറ്റാൻ താൻ ഇനിയും ധാരാളം വീഡിയോകൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വി ഷെൻ പറഞ്ഞതുപോലെ O1 നോൺ ഇമിഗ്രൻ്റ് വിസ അസാധാരണമായ കഴിവുകളുള്ള ആളുകൾക്കുള്ളതാണ്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വെബ്സൈറ്റ് അനുസരിച്ച് ശാസ്ത്രം, കല, വിദ്യാഭ്യാസം, ബിസിനസ്, കായികം തുടങ്ങിയ മേഖലകളിലാണ് ഈ കഴിവുകൾ വേണ്ടത്. ചലച്ചിത്ര അല്ലെങ്കിൽ ടെലിവിഷൻ വ്യവസായത്തിൽ അസാധാരണമായ നേട്ടം കൈവരിച്ചവർക്കും ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ അംഗീകാരം ലഭിച്ചവർക്കും ഈ വിസ ലഭിക്കും.